വിശ്വാസ പ്രമാണം എന്ന ഒരു 2 വരി കവിതയുണ്ട്. തൂക്കാനിഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ. തൂക്കാനിഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ. എല്ലാവർക്കും ഇഷ്ടമാണ് അലങ്കാരമായി കുരിശുകൾ ധരിക്കുവാൻ. എന്നാൽ ജീവിതത്തിലേക്ക് കുരിശുകൾ വരുമ്പോൾ അത് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും പലർക്കും പ്രയാസമാണ്. ഞാൻ ഒരു ബിഷപ്പായി തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് കർത്താവിൻ്റെ ഈ കുരിശുരൂപം. അത് തീർച്ചയായും ഒരു മേൽപ്പെട്ട ശുശ്രൂഷയുടെ അധികാരമുണ്ട്, ഒരലങ്കാരമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളും ത്യാഗങ്ങളും, ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന വലിയ കഷ്ടപ്പാടും കണ്ണീരും സഹനവുമൊക്കെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനാണ് ഈ കുരിശ് എന്നെ ഓർമ്മിപ്പിക്കേണ്ടത്. ജീവിതത്തിൻ്റെ യാത്രയിൽ സഹനങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോഴും കാൽവരിയിലെ ആ കുരിശിൻ്റെ ഓർമ്മ എനിക്ക് ശക്തി നൽകണം. ക്രൂശിതനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിലെന്നും കരുത്തായി നിലകൊള്ളണം. മിശിഹാ ചരിത്രം എന്ന സിനിമയിൽ അഭിനയിക്കാൻ പ്രസിദ്ധനായ ഒരു തമിഴ് സിനിമാ നടനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിലെ പ്രധാന കഥാപാത്രം ഹീറോ അവസാനം കുരിശിൽ മരിക്കുകയും അങ്ങനെ ഹീറോ പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ റോൾ അഭിനയിക്കാൻ ഞാനില്ല എന്ന്. ശരിയാണ്, കുരിശിലെ പരാജയവും പീഡനവും സഹനവും സ്വീകരിക്കുവാൻ പലർക്കും താല്പര്യമില്ല. വിജയത്തിലേക്ക്, ജീവിതത്തിൻ്റെ അടിച്ചുപൊളിയിലേക്കാണ് പലർക്കും എന്നും താല്പര്യം. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹം പറയാറുണ്ട്, ക്രോസ് ഈസ് മൈ ഓട്ടോബയോഗ്രഫി എന്ന്. എൻ്റെ സ്വയംകൃത ചരിത്രം കുരിശാണ്. തൻ്റെ ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടുകൂടെ പേറുന്നതിന് ഇപ്പോൾ അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ കുരിശിലെ അന്ത്യ 7 വാക്കുകളെപ്പറ്റി വളരെ സവിസ്തരം വിചിന്തനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാം അധികം ധ്യാനിക്കാത്ത മറ്റ് കുരിശിലേക്കുള്ള 7 വാക്കുകളെപ്പറ്റിയും ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ്റെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 39-40 വാക്യങ്ങളാണ്. അവിടെ കുരിശിനടുത്തുകൂടെ പോയിരുന്ന അവർ പറയുക, ദ പാസേഴ്സ് ബൈ ബ്ലാസ്ഫീംഡ് അഗെയിൻസ്റ്റ് ഹിം. അവരിങ്ങനെ ഉച്ചത്തിൽ ആക്രോശിക്കുകയാണ്, സാധിക്കുമെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, കം ഡൗൺ ഫ്രം ദ ക്രോസ്. ഇതാണ് ഈ ഒരു വാക്യം ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ എടുത്ത് വിചിന്തനം ചെയ്യുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, കം ഡൗൺ ഫ്രം ദ ക്രോസ് is the most typical demand of a world in the face of self-denial and abnegation. എന്നും പ്രയാസങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു പുതിയ തലമുറയുടെ ഏറ്റവും പ്രസക്തമായ ഉദാഹരണമാണ് ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള ആക്രോശം. എ റിലീജിയൻ വിത്തൗട്ട് ക്രോസ്, കുരിശുകളില്ലാത്ത മതം. അതാണ് എല്ലാവർക്കും കൂടുതൽ അഭിമതം, കൂടുതൽ ഇഷ്ടം. പക്ഷേ എ ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രോസ് ഈസ് നോട്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി എന്നാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുക. കുരിശുകളില്ലാത്ത
ക്രിസ്തുമതം യഥാർത്ഥത്തിൽ ക്രിസ്തുമതമേ അല്ല എന്ന്. അടുത്ത വാക്യത്തെയും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. കുരിശിലേക്കുള്ള ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യത്തിൽ, ലോർഡ് റിമെമ്പർ മീ വെൻ ദൗ കംസ്റ്റ് ഇൻ ടു ദൈ കിങ്ഡം. അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ആ നല്ല കള്ളൻ്റെ വാക്കുകൾ. അവിടെ ഈ നല്ല കള്ളൻ്റെ യാചന, അത് കുരിശിൽ കിടഞ്ഞ് ഇങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ വേദന സഹിച്ച് നീറുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കുകയും അവനെ ആ പറുദീസയുടെ കൃപാവരത്തിലേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദിസ് വാസ് ദി ഓൺലി വേർഡ് സ്പോക്കൺ ടു ദ ക്രോസ് ദാറ്റ് റിസീവ്ഡ് ആൻ ആൻസർ. മാത്രം കുരിശിൽ കിടക്കുമ്പോൾ കുരിശിലേക്കുള്ള ആ വചനങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഏക വാക്യം ഇതുമാത്രമാണ്. പക്ഷേ ആ വാക്യത്തിന്, ആ അപേക്ഷയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്നും ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നു. അങ്ങനെ കുരിശുകൾ ക്രിസ്തുവിനോടൊപ്പം സഹിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്നും ആശ്വാസവും അനുഗ്രഹവും ആ ക്രിസ്തുവിൻ്റെ പറുദീസായും സംലബ്ധമാകും എന്ന് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ കുരിശിലേക്കുള്ള അവസാനത്തെ 7 വാക്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നത് ഏറെ പ്രസക്തമാണ്. അങ്ങനെ കുരിശിൻ്റെ ത്യാഗം സ്വീകരിച്ച എത്രയോ വ്യക്തികളെ നമുക്ക് ചരിത്രത്തിൽ കാണാനാകും. അവരൊരിക്കലും ജീവിതത്തിൽ സഹനങ്ങൾ വന്നപ്പോൾ തളർന്നില്ല. കുരിശുകൾ കൂടെ കടന്നു വരുമ്പോൾ അവർ പിന്തിരിയുന്നില്ല. പ്രത്യുത ആ കുരിശിൽ നിന്ന് ശക്തി കണ്ടെത്താനും തങ്ങളുടെ വിശ്വാസം സാക്ഷ്യമായി മാറ്റുവാനും പരിശ്രമിക്കുന്നു. ഉദാഹരണമായി പത്രോസിൻ്റെ അനുഭവം. പത്രോസ് കാൽവരിയിൽ കുരിശിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തു ഉദ്ധാനം ചെയ്തതിൻ്റെ അനുഭവം ജീവിതത്തിൽ ആഴത്തിൽ സ്വന്തമാക്കിയപ്പോൾ പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനം, ഒരിക്കലും ആ സഹനത്തിൻ്റെ പാതയിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിച്ചില്ല. പ്രത്യുത ഈ സഹനങ്ങളുടെയും പീഡാനുഭവങ്ങളുടെയും വഴിയിലൂടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറ്റുവാൻ പത്രോസ് തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന് കണ്ടെത്തിയ പത്രോസ് നീറോ ചക്രവർത്തിയുടെ സേവകന്മാരോട് പറയുക, എന്നെ കുരിശിൽ തറക്കുന്നത് തലകീഴായി വേണം എന്ന്. കാരണം തൻ്റെ നാഥനെ പോലെ നേരെ കുരിശിൽ മരിക്കുന്നതിനേക്കാൾ ആ യോഗ്യത തനിക്കില്ല. പ്രത്യുത അതിനേക്കാൾ കൂടുതൽ സഹനത്തിലായിരിക്കണം തൻ്റെ ഈ സാക്ഷ്യം എന്ന് പത്രോസ് തിരിച്ചറിയുന്നു. വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ ജീവിത സാക്ഷ്യത്തെപ്പറ്റി നടപടി പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയാണ് വിശുദ്ധ സ്റ്റീഫൻ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് വിശുദ്ധ സ്റ്റെഫാനോസ് താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് ദർശിക്കുകയാണ്. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളേണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. എന്തൊരു വീരോചിതമായ വിശുദ്ധ സാക്ഷ്യം, വിശ്വാസത്തിൻ്റെ അനുഗ്രഹീതമായ ധന്യമായ സാക്ഷ്യം. അങ്ങനെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ സ്വർഗം തുറക്കപ്പെടുന്നതും തൻ്റെ രക്ഷകനെ ദർശിക്കുവാൻ സാധിക്കുന്നതും സ്റ്റീഫൻ സാക്ഷ്യപ്പെടുത്തുന്നു.
തൻ്റെ ഘാതകരെ, പ്രതിയോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറക്കുന്നില്ല. ഇതാണ് വിശുദ്ധ സ്തെഫാനോസ് തൻ്റെ ജീവിതത്തിലെ കുരിശിൻ്റെ അവസരത്തിൽ നമുക്ക് നൽകുന്ന വലിയ ഒരു സാക്ഷ്യം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതാനുഭവം നമുക്കറിയാം. ഓഷ്വിറ്റ്സിലെ നാസി തടങ്കലിൽ സൈനിക ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യന് പകരമായി മരണം വരിക്കുവാൻ തീരുമാനിച്ചത്? അങ്ങനെ ഈ ഫ്രാൻസിസ്കൻ വൈദികൻ തൻ്റെ സഹതടവുകാരനായ ഫ്രാൻസിസ് എന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ, ആ മനുഷ്യൻ്റെ കുടുംബത്തെയും മക്കളെ പറ്റിയും ഒക്കെ ഓർത്തപ്പോൾ തൻ്റെ ജീവിതം സ്വയം സമർപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതനാണ്, എൻ്റെ ജീവിതം ഞാൻ ആശ്രയിക്കുന്ന ക്രിസ്തുവിനെ പോലെ സമർപ്പിക്കുവാനുള്ളതാണ്. ഏതൊരു സഹനവും എൻ്റെ സഹോദരന് വേണ്ടി എടുക്കുവാൻ എനിക്ക് മടിയില്ല എന്നുള്ള മഹനീയമായ സാക്ഷ്യമാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയും നമുക്ക് നൽകുക. മറ്റുള്ളവർക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ജീവൻ നൽകുന്ന ക്രിസ്തുവിലേക്ക് സ്വജീവൻ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. മദർ തെരേസയെ പറ്റിയുള്ള വളരെ സുന്ദരമായ സാക്ഷ്യമുണ്ട്. ഈ അടുത്തിടെ നാം ശ്രദ്ധിച്ച ഒരു സിനിമയുണ്ട്. ഡൊമിനിക് ലാപ്പിയർ തിരക്കഥ എഴുതിയ മദർ തെരേസയെ പറ്റിയുള്ള ഒരു സിനിമ പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റി. ദ സിറ്റി ഓഫ് ജോയ്, ആനന്ദ നഗരം എന്ന പ്രസിദ്ധമായ പുസ്തകം എഴുതിയ ഡൊമിനിക് ലാപ്പിയർ, അദ്ദേഹം തിരക്കഥ എഴുതിയ പുസ്തകത്തിൻ്റെ ഈ സിനിമയുടെ പേര് ഇൻ ദ നെയിം ഓഫ് ഗോഡ്സ് പുവർ എന്നാണ്. ദൈവത്തിൻ്റെ പാവങ്ങളുടെ നാമത്തിൽ. അതിൽ പ്രധാന വേഷമിട്ടിരിക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ മകളായ ജെറൽഡിൻ ചാപ്ലിനാണ്. ഈ മദർ തെരേസ ഇപ്രകാരം കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് ട്രെയിൻ കയറാൻ പോകുമ്പോൾ കൽക്കട്ടയിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ, ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ കാണുന്നു നിരവധി യാചകർ തൻ്റെ പിന്നാലെ കൂടുന്നത്. ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളുമായി വിശപ്പ് സഹിക്കാതെ അവർ പിച്ചപാത്രം മദർ തെരേസയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ചോദിക്കുന്നു, അമ്മ വിശക്കുന്നു, എന്തെങ്കിലും തരണേ, അമ്മ ദാഹിക്കുന്നു, ഞങ്ങളെ സഹായിക്കണേ എന്ന്. ഇങ്ങനെ ഇവരുടെ എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന ആ വാക്കുകൾ കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നുള്ള വാക്കുകളെ പോലെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. അത് തന്നിലേക്ക് വീണ്ടും വീണ്ടും അലയടിച്ച് വരുന്നതായി മദർ തെരേസയ്ക്ക് ഈ ട്രെയിൻ യാത്രയിൽ അവസരത്തിൽ കാണുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ ദാഹം, മറ്റുള്ളവരുടെ നൊമ്പരം തിരിച്ചറിയുന്നു മദർ തെരേസ. സ്വർഗീയ പ്രഭാതത്തിലേക്ക് 33 ദിവസങ്ങൾ എന്ന പേരിൽ ഫാദർ മൈക്കിൾ ഗേറ്റ്ലി എഴുതിയ പുസ്തകം പ്രൊഫസർ ആൻ്റണി ജോസഫ് റൊസാരിയോ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മദർ തെരേസയുടെ വിശുദ്ധ കുരിശിനെ പറ്റിയുള്ള സാക്ഷ്യം ഏറെ ശ്രദ്ധേയമാണ്. മദർ എഴുതുന്നു, കഷ്ടതകൾ വരേണ്ടതാകുന്നു, എന്തെന്നാൽ നീ കുരിശിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ ശിരസ് താഴേക്ക് ചായ്ക്കുന്നത് കാണാം. അത് നിന്നെ ചുംബിക്കാനാണ്. കർത്താവിൻ്റെ 2 കരങ്ങളും മലർക്കെ വിടർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അത് നിന്നെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയാകുന്നു. നിന്നെ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ ഹൃദയവും വിശാലമാക്കി തുറന്നു വയ്ക്കുന്നു. നിന്റെ ഹൃദയം എപ്പോഴാണോ ദുഃഖാർത്ഥമാകുന്നത് ആ സമയം നീ കുരിശിലേക്ക് നോക്കുക. തൻ്റെ ജീവിതത്തിൽ
ഭീതിജനകമായ ഇരുട്ട് അനുഭവപ്പെട്ടിരുന്ന വ്യക്തിയാണ് മദർ തെരേസ. തൻ്റെ ശുശ്രൂഷയുടെ ചില കാലയളവിൽ ഇങ്ങനെ വലിയ ഇരുട്ട്, അന്ധകാരം ജീവിതത്തിൽ നിറയുമ്പോഴും ആ കുരിശിലേക്കുള്ള തൻ്റെ കടാക്ഷം ഒരിക്കലും മാറ്റിയില്ല. അങ്ങനെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ദാഹം ഇന്ന് പരിത്യക്തരായ വ്യക്തികളിൽ ദർശിക്കുമ്പോൾ, അവർക്ക് ആശ്വാസമായി തീരുന്ന അവസരങ്ങളിൽ പോലും ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ, മദർ തെരേസ വിശുദ്ധയായ ആ അമ്മ നമുക്ക് മാതൃകയായി കാണിച്ചു തരിക ആ കുരിശിലേക്ക് നോക്കുക എന്നതാണ്. ഒരിക്കൽ ഒരു സ്ത്രീയോട് മദർ തൻ്റെ ജീവിതത്തിലെ ഈ സഹനങ്ങളെപ്പറ്റി ആ സ്ത്രീ പറഞ്ഞപ്പോൾ, പങ്കുവച്ചപ്പോൾ മദറിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: കഷ്ടതകൾ, നൊമ്പരങ്ങൾ, അപമാനം ഇതെല്ലാം യേശുവിൻ്റെ ചുംബനങ്ങൾ മാത്രമാകുന്നു. മറ്റു ചില അവസരങ്ങളിൽ നീ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നിന്നെ ചുംബിക്കാൻ ഈശോയ്ക്ക് കഴിയുന്നു. അങ്ങനെ ഈശോയുടെ ചുംബനങ്ങളാണ് ജീവിതത്തിലെ സഹനങ്ങൾ എന്ന് പറഞ്ഞ് വിശുദ്ധയായ മദർ തെരേസ വ്യക്തമാക്കുമ്പോൾ, ഈ സ്ത്രീയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈശോയോട് പറയൂ എന്നെ ഇനി ചുംബിക്കേണ്ട എന്ന്, ചുംബനം മതിയാക്കാൻ പറയൂ എന്ന്. തീർച്ചയായും നമ്മുടെ നൊമ്പരങ്ങളുടെ, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ കടാക്ഷം നമ്മിലേക്ക് കടന്നു വരുന്നുവെന്ന് നാം തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ ചുംബനങ്ങളായി എടുക്കുകയും ചെയ്യുമ്പോൾ ആ സഹനങ്ങൾക്കെല്ലാം പുതിയ ഒരു മാനം നമുക്ക് കണ്ടെത്താനാകുന്നു. കാൽവരിയിലെ കുരിശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുത്ത ക്രിസ്തുവിൻ്റെ ഈ ദാഹം ഇന്ന് സമൂഹത്തിൽ പല വ്യക്തികളിലും നമുക്ക് കാണാനാകുന്നു. ഈ സഹനം, ഈ ദാഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങളും കഥനങ്ങളും കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഇങ്ങനെ നൊമ്പരങ്ങൾ നിറയുമ്പോൾ നാം ഓർക്കേണ്ട തിരുവചനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം തന്നെയാണ്. അവിടെ പറയുക, ക്രിസ്തു നമ്മോടായി അരുൾ ചെയ്യുക: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ ഞാൻ കൂടുതൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ കരുത്തും കൃപയും എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്നും അനുഭവിക്കാനാകും. ജീവിതത്തിൽ ഹൃദയത്തിൽ ഇങ്ങനെ ദാഹം നിറയുമ്പോൾ, നമ്മുടെ കഥനത്തിൻ്റെ നൊമ്പരങ്ങൾ നിറയുമ്പോൾ ക്രിസ്തുവിനോട് നാം ചേർന്ന് നടക്കണം. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യം 1 മുതലുള്ള വാക്യങ്ങൾ: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ജീവിതത്തിൽ തളർച്ചയുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ദാഹവും വേദനയും നൊമ്പരവും നിറയുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നെ ആശ്വസിപ്പിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ പ്രത്യാശയോടുകൂടെ നടന്നു നീങ്ങുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ കരങ്ങൾ, ചുംബനം നമ്മോടൊപ്പം ഉണ്ടാകും. കർത്താവ് തന്നെ പറയുന്നു: ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം
29-30 വാക്യങ്ങൾ. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നടക്കണം. മദർ തെരേസ ഓർമ്മിപ്പിച്ചതുപോലെ ആ ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തു വരണം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുന്ന വിവരണം നൽകുന്ന ഭാഗമുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീ കടന്നു വരുന്നത് ജലം കോരി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. അവളോട് യേശു എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളുടെ മറുപടി, നീ യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് എന്നാണ്. സാവധാനം ആ സംഭാഷണത്തിൽ ജീവൻ്റെ ജലം, ആത്മീയ ദാഹത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൃപാവരം, വിശ്വാസത്തിൻ്റെ ആ തലത്തിലേക്ക് യേശു അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നീ ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം തന്നെ പുതിയ ഒരു തലത്തിലേക്ക് മാറ്റുകയും അവളുടെ ജീവിതം ഒരു പരിവർത്തനത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ആ സ്ത്രീ പിന്നീട് ക്രിസ്തുവിൻ്റെ തന്നെ ആ വിശ്വാസത്തിൻ്റെ പ്രചാരകയായി തീരുന്നു. ഇതാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ ദാഹത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും അവസരങ്ങളിൽ ക്രിസ്തുവിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയും ജീവിതത്തിലെ പഴയ പാതകളെല്ലാം മാറ്റിക്കൊണ്ട് പരിവർത്തനത്തിൻ്റെ പുതിയ പാത സ്വീകരിക്കുകയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആ വിശ്വാസം നൽകുന്ന പുതിയ പാതയും സന്തോഷത്തോടു കൂടിയുള്ള പുതിയൊരു ജീവിതവും സ്വന്തമാക്കുവാൻ സാധിക്കണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ മാർത്തായുടെയും മറിയത്തിൻ്റെയും വിവരണം കൊടുക്കുന്ന ഭാഗമുണ്ട്. മാർത്ത യേശുവിനെ സൽക്കരിക്കുവാൻ വേണ്ടി വ്യഗ്രതപ്പെടുമ്പോൾ മറിയം യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ ദിവ്യ വചസ്സുകൾ ശ്രവിക്കുകയാണ്. അങ്ങനെ അവൾ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം അകറ്റിക്കൊണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ എന്നും ആ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലേക്ക് കടന്നു ചെന്ന് ഇരിക്കുകയും ആ വചസ്സുകൾ നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അകറ്റി കുരിശുകളെല്ലാം സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് ഇടയാകും. കുരിശുകൾ തീർച്ചയായും മനുഷ്യ ജീവിതത്തിൽ പ്രശ്നതരമാണ്. എന്നാൽ ക്രൂശിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആ കുരിശുകൾക്കപ്പുറമുള്ള വിജയവും ആശ്വാസവും കൊണ്ടുവന്ന് തരും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രൂശിതനായ ക്രിസ്തുവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവത്തിൻ്റെ അരുമസുതനായ യേശുവേ, അങ്ങ് കാൽവരിയിലേക്കുള്ള ആ സഹന യാത്രയിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ആ കുരിശ് വഹിച്ചതുപോലെ തന്നെ ഞങ്ങളുടെയും ജീവിതത്തിൽ കുരിശുകളിൽ നിന്ന് ഒളിച്ചോടാതെ അവ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവ നൽകുന്ന ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ചരിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകളുടെ അപ്പുറം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്നും പ്രതീക്ഷിക്കുവാനും ആ ഉത്ഥാനത്തിൻ്റെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാനും ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എവഞ്ചലി ഗൗദിയം എന്ന അപ്പോസ്തോലിക പ്രബോധനത്തിൻ്റെ പ്രഥമ വാക്യം ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: സുവിശേഷത്തിൻ്റെ സന്തോഷം യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും മുഴുജീവിതത്തിലും നിറയുന്നു. അവിടുത്തെ രക്ഷ സ്വീകരിക്കുന്നവർ പാപം, ദുഃഖം, ആന്തരിക ശൂന്യത, ഏകാന്തത എന്നിവയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലേക്ക് കടന്നു ചെന്ന് ആ സുവിശേഷത്തിൻ്റെ സന്തോഷം നമ്മുടെ സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ജീവിതത്തിൽ അഥവാ കടന്നു വരുന്ന പാപം, ദുഃഖം, ഏകാന്തത എന്നിവയിൽ നിന്ന് ക്രിസ്തു നമ്മെ വിമോചിപ്പിക്കുവാൻ
നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് ജീവിതമെന്നും മനോഹരമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.